ലഡാക്കിൽ ഒരു വലിയ പ്രക്ഷോഭം നടക്കുകയാണ്. ഏതാണ്ട് ജൻസി പ്രക്ഷോഭം എന്നൊക്കെ പറയാൻ കഴിയുന്ന ഒരു പ്രക്ഷോഭം. ആ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുന്നത് സോനം വാങ്ചുക് എന്ന് പറയുന്ന അവിടെ വലിയ രീതിയിൽ സ്വാധീനമൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. ശരിക്കും ഈ സോനം വാങ്ചുക് ആരാണ്? അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ എങ്ങനെയാണ്? സംശയിക്കേണ്ട വല്ല ബന്ധങ്ങളുണ്ടോ? സംശയിക്കേണ്ട ബന്ധങ്ങളുണ്ടോ എന്നുള്ളതിലേക്ക് നമുക്ക് വരാം. ഏതാണ്ട് 2 ആഴ്ച മുമ്പാണ് ലഡാക്കിന് സംസ്ഥാന പദവിയും 6ാം ഷെഡ്യൂൾ പദവിയും ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സോനം വാങ്ചുക് എന്ന് പറയുന്ന വ്യക്തി അവിടെ സമരം തുടങ്ങുന്നത്. നിരാഹാരമാണ്, സമരം തുടങ്ങി. അപ്പോൾ 2 വൃദ്ധരായവർ കൂടി ഇതിലേക്ക് വരികയാണ്. സ്വാഭാവികമായും വൃദ്ധരായവർക്ക് എന്ത് സംഭവിക്കും? പെട്ടെന്ന് ആരോഗ്യം ക്ഷയിക്കും. അപ്പോൾ അവരെ ഹോസ്പിറ്റലൈസ് ചെയ്യുന്നു. ബാക്കി പിന്നീട് പ്രക്ഷോഭമാകുന്നു. നമ്മൾ ഈ കാണുന്ന ലഡാക്കിലൊക്കെ വലിയ രീതിയിൽ പ്രക്ഷോഭം ഉണ്ടാകുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമുക്കറിയാം. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ ഇടയ്ക്കിടെ സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, നമ്മുടെ നാട്ടിലും ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾക്കുള്ള അരങ്ങ് ഒരുങ്ങുന്നുണ്ട്. വളരെ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു കാര്യം ഇവിടെ നടക്കാതെ പോകുന്നത് എന്നുള്ളത്. ഏറ്റവും ഒടുവിൽ നടന്നത് എവിടെയാണ്? നേപ്പാളിലാണ്. ജൻസി പ്രിയൻ പറഞ്ഞതുപോലെ ജൻസി പ്രക്ഷോഭം നടന്നിട്ടുണ്ട്. അപ്പോഴും നമ്മൾ കണ്ണിൽ എണ്ണ വെച്ച് കാത്തിരിക്കുന്നുണ്ട്, ഇത് നമ്മുടെ നാട്ടിലെങ്ങാനും ഉണ്ടാകുമോ എന്നുള്ള കാര്യം. അപ്പോൾ ഈ സോനം വാങ്ചുക് ഇത് ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം നടത്തുന്നത് എന്ന് ചോദിച്ചാൽ അതല്ല. ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ട്. ഇതേ വിഷയങ്ങൾ ആരോപിച്ച് തന്നെ ഈ മൂപ്പര് ഇതിനു മുമ്പും അവിടെയെല്ലാം ഈ നിരാഹാരവും ഒക്കെ നടത്താൻ പോകുന്നു എന്നുള്ള തരത്തിൽ വാർത്തകൾ വന്നിട്ടുണ്ട്. നിരാഹാരം നടത്തിയിട്ടുണ്ട്. വലിയ രീതിയിൽ ഈ ലഡാക്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ ഒരു പറ്റം യുവാക്കളെയും കൂട്ടി അവിടേക്ക് ജനശ്രദ്ധയെ ആകർഷിക്കുന്ന രീതിയിലേക്ക് അവിടെ അത് നടത്താൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ മാർച്ച് നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ വാർത്തകൾ നെറ്റിൽ പരതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നത്. ഇതൊന്നും ഇല്ലാത്തതല്ല, ഉള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ്. ഈ സോനം വാങ്ചുക്കിനെ മാധ്യമങ്ങൾ എടുത്ത് ആഘോഷിക്കാൻ തുടങ്ങുന്നത് 3 Idiots എന്ന് പറയുന്ന ഒരു സിനിമ വന്നിരുന്നു ആമിർ ഖാൻ്റെതായിട്ട്. അപ്പോൾ ഈ ആമിർ ഖാൻ്റെ ഈ സിനിമ എന്ന് പറയുന്നത് ചേതൻ ഭഗത് എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ 5 Points Someone എന്ന് പറയുന്ന ബുക്ക്, അതിലെ ഒരു ഇതിവൃത്തം എടുത്തിട്ടാണ് ഈ ഒരു സിനിമ നിർമ്മിക്കുന്നത്. ഈ സിനിമയിൽ അല്ലെങ്കിൽ ഈ ബുക്കിന് ഇതിവൃത്തമായത്, അതായത് കഥാപാത്രമാവാൻ കാരണമായ ഒരു വ്യക്തിയാണ് സോനം വാങ്ചുക്. വലിയ രീതിയിൽ നവീനമായിട്ടുള്ള വിദ്യാഭ്യാസ പരിഷ്കരണങ്ങളുമൊക്കെ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് അദ്ദേഹം പഠിക്കാനായിട്ട് സ്കൂളുകളിൽ പോയിട്ടില്ല. സമാന്തര വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്ന രീതിയിലൊക്കെയാണ് നടന്നത്. പിന്നീടാണ് അദ്ദേഹം സ്കൂളുകളിലേക്ക് പോകുന്നതും. അതൊക്കെ വേറൊരു വിഷയം തന്നെയാണ്. എന്തായാലും അദ്ദേഹം വളർന്നു വലുതായപ്പോൾ വലിയ വിദ്യാഭ്യാസ പരിഷ്കരണവാദിയാകുന്നു, പരിസ്ഥിതി പ്രവർത്തകനാകുന്നു. പരിസ്ഥിതി പ്രവർത്തകനാണ് എന്ന് വയ്ക്കുക. പരിസ്ഥിതി പ്രവർത്തകന് എന്താണ് ഈ ലഡാക്കിൽ അല്ലെങ്കിൽ കാശ്മീരിലൊക്കെ 6ാം ഷെഡ്യൂൾ നടപ്പാക്കണം, സംസ്ഥാന പദവി നടപ്പാക്കണം എന്ന് പറയാനുള്ള കാര്യം എന്താണ്? പരിസ്ഥിതി പ്രവർത്തകൻ്റെ മേഖല എന്ന് പറയുന്നത് പരിസ്ഥിതി പ്രവർത്തനമാണ്. ഒരു സംസ്ഥാനം ഉണ്ടാവുക, അതിലുള്ള കാര്യങ്ങൾ കാര്യക്ഷമമായി നടപ്പാക്കുക എന്നുള്ളതല്ല. ആ ഭാഗത്ത് എന്തെല്ലാം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ വിദ്യാഭ്യാസ പരിഷ്കരണവാദിയാകട്ടെ, ആ വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ രാജ്യത്തിന് മറ്റൊരു രീതിയിലേക്ക് ഈ ഒരു കാര്യങ്ങളെ എങ്ങനെ കൊണ്ടെത്തിക്കാൻ കഴിയും എന്നുള്ള കാര്യങ്ങളിൽ സംഭാവന ചെയ്യുക എന്നുള്ളത്. രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ഇപ്പൊ നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനമല്ലേ? ഈ യുവജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടാണല്ലോ ഇപ്പോഴത്തെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളെല്ലാം എല്ലാ നാടുകളും ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ നാടുകളിലും നടന്നിട്ടുള്ളത്. അതിന് സമാനമായതാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഇതിനു മുമ്പ് നമ്മൾ കണ്ടത് അഗ്നിവീറിന്റെ സമയത്തായിരുന്നു. അതൊരു വിധത്തിൽ നമ്മൾ ഒതുക്കിയതാണ്. അതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്ന് യുവജനതയെ നമ്മൾ മനസ്സിലാക്കി അത് ഇല്ലായ്മ ചെയ്തതാണ്. അപ്പോഴാണ് ഈ പുള്ളിയുടെ ഇത്തരത്തിലുള്ള ഒരു നിരാഹാരമൊക്കെ വരുന്നത്. പിന്നീട് അദ്ദേഹം ഇതിൽ നിന്ന് പിന്മാറുകയാണ്. ഈ 2 വൃദ്ധരായ ആളുകൾക്ക് അവശത അനുഭവപ്പെടുകയും അതിനെ തുടർന്ന് വലിയ പ്രക്ഷോഭം, അതായത് ഉദ്ദേശിച്ചിരുന്നത് എന്താണോ അവിടെ അത് പൊട്ടി പുറപ്പെട്ടപ്പോൾ നൈസായിട്ട് ഇനി ഞാൻ കാരണം ഒരു വിഷയമൊന്നും ഉണ്ടാകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോഴാണ് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ വിദേശ സഹായം വല്ലതും ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകുന്നത്. അല്ലെങ്കിൽ ഒരു പ്രക്ഷോഭം നടത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ പ്രക്ഷോഭത്തിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹം നിരാഹാരം ഇരിക്കാൻ തീരുമാനിച്ചിരുന്നതാണെങ്കിൽ ഈ കാര്യം നടപ്പാക്കുന്നത് വരെ ഞാൻ എന്തായാലും നിരാഹാരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് പറയണം. പക്ഷെ പെട്ടെന്ന് തന്നെ ഇത് പിന്മാറുന്നു ഒക്കെ ചെയ്യുകയാണ്. ഈ ഇദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഇദ്ദേഹത്തിൻ്റെ പിതാവ് കോൺഗ്രസ് നേതാവായിരുന്നു. സോനം വാങ്യാൽ എന്നായിരുന്നു പേര്.
ജമ്മു കാശ്മീർ സർക്കാരിൽ മന്ത്രിയായിരുന്ന ആളാണ്. കോൺഗ്രസ് സർക്കാരാണ്, ജമ്മു കാശ്മീർ സർക്കാരിൽ മന്ത്രിയായിരുന്ന ആളാണ്. അതായത് പുറത്ത് നിന്നുള്ള ബന്ധമല്ല, അദ്ദേഹത്തിന് ഇവിടെ തന്നെ നല്ല വേരോട്ടമുള്ള ഒരു മണ്ണാണ്, കോൺഗ്രസുമായിട്ട് നല്ല വേരോട്ടമുള്ളതാണ് ഈ കുടുംബം എന്നുള്ളതാണ്. 1988 സ്റ്റുഡൻസ് എഡ്യൂക്കേഷണൽ കൾച്ചറൽ മൂവ്മെൻറ്റ് ഓഫ് ലഡാക്ക് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാകുന്നു. 95 ഓപ്പറേഷൻ ന്യൂ ഹോപ്പും ഉണ്ടാകുന്നു. ഈ രണ്ട് പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുന്നു. ഇതിന് വലിയ രീതിയിൽ സ്വീകാര്യത ലഭിക്കുന്നുണ്ട്, വലിയ രീതിയിൽ ഫണ്ട് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ടാറ്റ ട്രസ്റ്റ്, ഫോർഡ് ഫൗണ്ടേഷൻ, ഡാൻ ചർച്ച് എയ്ഡ്സ് എന്നിവയിൽ നിന്നൊക്കെ വലിയ രീതിയിൽ ധനസഹായം ലഭിക്കുന്നു. ഈ വിദേശ പിന്തുണ കിട്ടുന്ന ആക്ടിവിസം എന്ന് പറയുന്നതെല്ലാം എവിടെ ചെന്ന് അവസാനിച്ചിട്ടുണ്ടെന്നുള്ളത് പ്രിയനും അറിയാം, എനിക്കും അറിയാം, നമ്മുടെ നാട്ടുകാർക്കും അറിയാം. ഇതിൻ്റെ എല്ലാം സോഴ്സ് ഇന്ന സ്ഥലത്തു നിന്നാണ്. അങ്ങനെ ആവുമ്പോൾ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? പണം നൽകുന്നവരിന് വേണ്ടി പണിയെടുക്കുക എന്നുള്ള ഒരു കോമൺ ഫാക്ടർ നമുക്ക് ചിന്തിച്ചു നോക്കിയാൽ അതിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇദ്ദേഹത്തിൻ്റെ ഭാര്യയിലേക്ക് നമുക്ക് വരാം. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു US പൗരയാണ്, റെബേക്ക നോർമൻ എന്നാണ് പേര്. ഇവർ 96 ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടുണ്ട്. പിന്നീട് അതിനു മുമ്പ് സ്കൂൾ ഫോർ ഇൻ്റർനാഷണൽ ട്രെയിനിങ്ങിലൊക്കെ വിദ്യാഭ്യാസം നേടിയ ഒരു സ്ത്രീയാണ്. ഈ സ്കൂൾ ഫോർ ഇൻ്റർനാഷണൽ ട്രെയിനിങ് എന്ന് പറയുന്നത് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഏറ്റവും ആഴത്തിൽ ബന്ധമുള്ള വേരോട്ടമുള്ള ഒരു സ്ഥാപനമാണ്. കൂടാതെ ഇവർ ഇതിൽ അതായത് സ്കൂൾ ഫോർ ഇൻ്റർനാഷണൽ ട്രെയിനിങ്ങിന് ഫോർഡ് ഫൗണ്ടേഷൻ, ജോർജ് സോറോസിൻ്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ, ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ എന്നിവയിൽ നിന്നൊക്കെ ധനസഹായം വരുന്നുണ്ട്. മറ്റൊന്ന് ബൈഡൻ്റെ പിന്തുണക്കാരിയാണ് കേട്ടോ, ട്രംപിൻ്റേതല്ല എന്നുള്ള ഒരു ആശ്വാസം മാത്രം ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. പിന്നീട് നോക്കുമ്പോൾ ഇവരുടെ വിവാഹം നടക്കുന്നു. വിവാഹത്തിന് ശേഷം വാങ്ചുക്കിന് ധാരാളമായിട്ട് ആഗോള അംഗീകാരങ്ങൾ ലഭിക്കുന്ന ഒരു കാര്യങ്ങൾ വരുന്നു. ആഗോള അംഗീകാരം ലഭിക്കുന്നു, ഫെലോഷിപ്പ്, ഗ്രാൻഡുകൾ ഇതെല്ലാം വാങ്ങിച്ചു കൂട്ടുകയാണ്. വൻതോതിൽ ഇതെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. 2002 സ്കോൾ ആൻഡ് റോക്ക്ഫെല്ലർ ഫൗണ്ടേഷനുകളുടെ ധനസഹായത്തോടെ അശോക ഫെലോഷിപ്പ് ലഭിക്കുന്നുണ്ട്. 2004 മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയാണ്, കോൺഗ്രസ് UPA ഭരണകാലമാണ്. വലിയ രീതിയിൽ അഭൂതപൂർവമായ രീതിയിൽ രാഷ്ട്രീയ പിന്തുണ ഈ സോനം വാങ്ചുക്കിന് ലഭിക്കുന്നു. ഈ കോൺഗ്രസിൻ്റെ ഒരു രീതി അനുസരിച്ച് അങ്ങനെയാണല്ലോ, നമ്മളോട് എതിർപ്പുള്ളവർക്കൊക്കെ പിന്തുണ അവർക്ക് കൂടുതലായിരിക്കും. 2005 നോക്കുമ്പോൾ 2005 മൻമോഹൻ സിംഗ് തന്നെ ഔപചാരികമായി പുറത്തിറക്കിയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ഉണ്ട്, ലഡാക്ക് വിഷൻ 2025 എന്നായിരുന്നു അതിൻ്റെ പേര്. അതിൻ്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലേക്ക് ഇദ്ദേഹത്തിന് നിയമനം ലഭിക്കുന്നു. വളരെ ഈസിയാണ് എന്നുള്ളത് നമുക്കറിയാം. മറ്റൊന്ന് ഡാനിഷ് എന്ന് പറയുന്ന NGO, അതിൻ്റെ വിദ്യാഭ്യാസ ഉപദേഷ്ടാവായിരുന്നു. ഇതിനുശേഷം 2005 തന്നെ മാനവ വിഭവശേഷി വികസന മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ ഗവേണിംഗ് കൗൺസിൽ ഫോർ എലിമെൻ്ററി എഡ്യൂക്കേഷനിൽ നിയമനം ലഭിക്കുന്നുണ്ട്. ഈ കാലയളവിലാണ് ചൈനയുമായിട്ട് കോൺഗ്രസ് വിവാദപരമായിട്ടുള്ള പല ധാരണാപത്രങ്ങൾക്കും ഒപ്പിടുന്നത്. ഇതിന് പിന്നിൽ സോനം വാങ്ചുക്കിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് സംശയിച്ചാൽ തെറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ സംശയിച്ചു പോകാനുള്ള സാധ്യതകളുമുണ്ട്. ലഡാക്ക് പോലുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള അതിർത്തി പ്രദേശങ്ങളിലൊക്കെ പാർട്ടിയുടെ സമീപനമൊക്കെ ആ സമയത്ത് വലിയ രീതിയിൽ വിമർശനമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പല പ്രദേശങ്ങളും മനഃപൂർവ്വം തന്നെ വിട്ടുകൊടുത്തിട്ടുണ്ടോ എന്നുള്ള എന്താ പറയുക ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോഴും. എന്തായാലും 2016 വരുമ്പോൾ ഇൻ്റർനാഷണൽ ഫ്രെഡ് M. പക്കാർഡ് അവാർഡ് കിട്ടുന്നുണ്ട്. 2017 TN ഘോഷു മെമ്മോറിയൽ അവാർഡ് കിട്ടുന്നു. 2018 റമോൺ മാഗ്സസെ അവാർഡ് കിട്ടുന്നു. ഇതെല്ലാം കിട്ടുന്നുണ്ട്. ഇതെല്ലാം ഈ വിവാഹശേഷം വളരെ പെട്ടെന്ന് തന്നെ കിട്ടിപ്പോകുന്ന അവാർഡുകളാണ്. മറ്റു ചിലത് ഗ്രാൻഡുകളാണ്, ഫെലോഷിപ്പുകളാണ്. ഈ പറയുന്ന സോനം വാങ്ചുക്കിന് വികസ്വര രാജ്യങ്ങളിൽ പാശ്ചാത്യ താല്പര്യം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളിലൊക്കെ താല്പര്യമുള്ളതായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഫോർഡ് ഫൗണ്ടേഷന് ഇന്ത്യയുടെ രാഷ്ട്രീയപരമായിട്ട് സാമൂഹികപരമായിട്ടുള്ള പ്രസ്ഥാനങ്ങളിലൊക്കെ വളരെയധികം വേരോട്ടമുണ്ട്. ഈ ഫോർഡ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് വിദേശ അമേരിക്കൻ സ്ഥാപനം, അതാണ് പേര്. എങ്കിലും നമുക്ക് അതിന്റെ ഉദ്ദേശശുദ്ധിയെ കൃത്യമായിട്ട് കൈ തന്നെയാണെന്ന് പറയേണ്ടി വരും. പിന്നീട് ലീഡ് ഇന്ത്യ, ഇന്റർനാഷണൽ അസോസിയേഷൻ ഫോർ ലഡാക്ക് സ്റ്റഡീസ് എന്നീ തുടങ്ങിയിട്ടുള്ള NGOകൾ ഇവരുമായിട്ടുള്ള ബന്ധവുമുണ്ട്. അതായത് വിദേശ NGOകളുമായിട്ട് വളരെ ദീർഘമായിട്ടുള്ള ആഴത്തിലുള്ള ഒരു ബന്ധം ഈ സോനം വാങ്ചുക്കിന് ഉള്ളതായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കിട്ടും. മറ്റൊന്ന്, ഇദ്ദേഹത്തിന് വിദേശത്ത് ഏറെ പ്രശംസിക്കപ്പെട്ട ഒരു പദ്ധതിയുണ്ട്, ഐസ്തൂപ്സ് എന്ന പേര്.
അത് പക്ഷേ അത് തദ്ദേശീയരിൽ നിന്ന് വിമർശനമുണ്ടായിരുന്നു. ഈ ഐസ് കൊണ്ടൊരു സ്തൂപം ഉണ്ടാക്കുക, അതിൽ നിന്ന് വസന്തകാലത്തും വേനൽക്കാലത്തും ഒക്കെ വെള്ളം ലഭിക്കുന്ന ഒരു പദ്ധതിയിലേക്ക് പോകുന്നതാണ് ഈ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ അത് ദീർഘകാലമായിട്ട് അത് നടത്തിക്കൊണ്ടു വരാൻ പറ്റും. അങ്ങനെയുള്ള പല കാര്യങ്ങളിലും തദ്ദേശീയമായിട്ട് വലിയ വിമർശനം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. മറ്റൊന്ന്, ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനെതിരെയും ലഡാക്കിൻ്റെ പുതിയ കേന്ദ്രഭരണ പ്രദേശ പദവിയെയൊക്കെ സ്വാഗതം ചെയ്ത വ്യക്തിയാണ് ആദ്യഘട്ടത്തിൽ ഈ സോനം വാങ്ചുക് എന്ന് പറയുന്നത്. ഇതേ വാങ്ചുക്കാണ് ഇപ്പോൾ നിരാഹാരം കിടന്നുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രക്ഷോഭത്തിലേക്ക് ജനങ്ങളെ അല്ലെങ്കിൽ യുവജനങ്ങളെ ഇറക്കിവിടാനുള്ള ഒരു സാധ്യത തിരികൊളുത്തിയത് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ പറയുന്നത് എന്താണ്? സംസ്ഥാന പദവി വേണം, 6ാം ഷെഡ്യൂൾ പദവി ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. മറ്റൊന്ന്, ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ ലഡാക്ക് ആ ഭാഗങ്ങളിൽ നമുക്ക് സൈനികർക്ക് പലതരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ അവിടെ നടത്തേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വലിയ രീതിയിൽ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പ്രൊട്ടസ്റ്റ് നടത്തുക, അതിന് വലിയ രീതിയിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ഒരു ഏർപ്പാടൊക്കെ ഈ സോനം വാങ്ചുക്കിൻ്റെതായിട്ടുണ്ട്. എന്നാലും സോനം വാങ്ചുക് എന്ന് പറയുന്നത് അത്ര ശുദ്ധനായിട്ടുള്ള നിഷ്കളങ്കമായിട്ടുള്ള ഒരു വ്യക്തിയല്ല എന്നുള്ളതാണ് ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.